നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. ഒടുവിലെത്തുന്ന ഒത്തുതീർപ്പ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ജിഷ്ണുവിന്റെ അമ്മ തുടരുന്ന നിരാഹാര സമരത്തിൽ ഒത്തുതീർപ്പ് നീക്കവുമായി CPI. കോടിയേരിയുമായി സംസാരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി രാവിലെ ആശുപത്രിയിലെത്തി മഹിജയെ കണ്ടു. സമരം ഒത്തുതീർപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിനുമേൽ സമ്മർദ്ദം മുറുകുന്ന സാഹചര്യത്തിൽ മുതിർന്ന LDF നേതാക്കൾ ആശുപത്രിയിലെത്തി മഹിജയെ കാണുമെന്ന് സൂചന. ജിഷ്ണുവിന്റെ കുടുംബം വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് പ്രശ്നപരിഹാരത്തിന് നീക്കം. സമരം ചെയ്യുന്ന മഹിജയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും മകൻ മരിച്ചതിന്റെ വേദന മനസ്സിലാക്കുന്നുവെന്നും കോടിയേരി. അതേസമയം തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ സർക്കാർ വാദം വീണ്ടും തള്ളി കാനം രാജേന്ദ്രൻ. പോലീസ് റിപ്പോർട്ടുകൾ എപ്പോഴും സ്വയം ന്യായീകരിക്കുന്നതാകും. IG മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും കാനം. വീഴ്ചയില്ല, ശിക്ഷയുമില്ല. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ലാതെ IG-യുടെ റിപ്പോർട്ട്. സംഘർഷം കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല. മഹിജയ്ക്കും ശ്രീജിത്തിനും മർദ്ദനമേറ്റിട്ടില്ലെന്നും സമരം അക്രമാസക്തമാക്കാൻ SUCI ഉൾപ്പെടെ സംഘടനകൾ ഗൂഢാലോചന നടത്തിയെന്നും DGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ മനോജ് എബ്രഹാം. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ തിരക്കഥയെന്ന് രമേശ് ചെന്നിത്തല. സമരമില്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പോലീസ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമെന്നും പ്രതികരണം. സർക്കാർ നിലപാട് ഭരണകൂടത്തിന്റെ കൊടിയ അനീതിയെന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത്. റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി അറിഞ്ഞ ശേഷം അടുത്ത നീക്കമെന്നും വിശദീകരണം. അരുംകൊലയുടെ നടുക്കം. ദമ്പതികളും മകളും ഉൾപ്പെടെ 4 പേരുടെ ജീവനെടുത്ത അരുംകൊലയുടെ നടുക്കത്തിൽ തലസ്ഥാനം. തിരുവനന്തപുരം നന്ദൻകോട്ട് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ റിട്ടയർഡ് ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ. 3 പേർ കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടെ മൃതദേഹം വെട്ടിനുറുക്കി ചാക്കിലാക്കിയ നിലയിലും. കൂട്ടക്കൊലപാതകത്തിനു പിന്നിൽ പോലീസ് സംശയിക്കുന്നത് ഒളിവിൽ പോയ മകൻ ജിൻ കേതലിനെ. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുള്ളതായി നിഗമനം. സംഭവം പുറത്തായത് വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നതായി അയൽവാസികൾ നൽകിയ വിവരമനുസരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ. കാണാതായ ജിൻ കേതലിനായി അന്വേഷണം ഊർജിതം. ഭീതി വർഷിക്കുന്ന ആക്രമണം. US റഷ്യൻ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തിയും പശ്ചിമേഷ്യയ്ക്കുമീതെ യുദ്ധഭീതി പടർത്തിയും സിറിയയ്ക്കുമേൽ വീണ്ടും അമേരിക്കൻ നടപടി. 2 ദിവസത്തിനിടെ US സഖ്യസേന രണ്ടാമതും നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടതായി വിവരം. ആക്രമണ വാർത്ത സ്ഥിരീകരിക്കാതെ അമേരിക്ക. US വ്യോമാക്രമണം. സിറിയൻ സേന കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയ രാസായുധ ആക്രമണത്തിന് തിരിച്ചടിയായി. കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആദ്യ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 9 പേർ. അമേരിക്കയുടെ നിയമവിരുദ്ധ നീക്കങ്ങളെ അപലപിക്കുന്നതായി റഷ്യയുടെ UN പ്രതിനിധി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2735 രൂപ, പവൻ 21,880 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.